വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീറ്റ് മീനാക്ഷി. നീണ്ട 2 വർഷത്തിന് ശേഷം 6 മാസത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങളെ വീണ്ടും മീറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം നടന്നതാണ്. നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് മീറ്റ് ചെയ്തിട്ട് 2 വർഷമായി. 4 വർഷത്തിൽ ഞങ്ങളുടെ കോളേജ് ജീവിതത്തിൽ കിട്ടിയ സൗഹൃദം അന്നു മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ഈ സൗഹൃദമാണ്. ഈ ബസ് സ്റ്റോപ്പിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളാണ്. ഇന്ന് രാവിലെ 8:15 മണിക്ക് ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇവിടുന്ന് കൊല്ലം ബസ് കയറി പള്ളിമുക്കിൽ ഇറങ്ങും. കയറിയിട്ട് ഞാൻ വിളിക്കും, പക്ഷേ ഞാൻ കയറിയിട്ടുണ്ട്, നീ കയറണം കേട്ടോ ഈ ബസ്സിൽ. ഒരു സെക്കൻഡ് അതെല്ലാം മനസ്സിലൂടെ പോയി. ആദ്യം കോളേജിൽ പോകണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ സാറ്റർഡേ ആയതുകൊണ്ടും ഓപ്പൺ ചെയ്തില്ല, ഗേറ്റൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ പിന്നെ ക്ലാസ്സിലൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ കൊല്ലത്തെത്തി. അവിടുന്ന് ആശ്രമം പോകാനായിരുന്നു പ്ലാൻ. 8 പോയിന്റ് ആർട്ട് കഫേ ആയിരുന്നു മനസ്സിൽ. ഹോട്ടലിൽ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങായിരുന്നു, പക്ഷേ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഈ റോഡിൽ പോകുന്ന ഒരു വല്ലാത്ത ഫീലാണ് ഇതുവരെ നടക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി നടന്നു. കോളേജ് ടൈമിൽ ഞങ്ങൾ കൂടുതലും പള്ളിമുക്ക് തന്നെയായിരുന്നു ചില്ല് ഔട്ട് ചെയ്യുന്നത്. വളരെ റെയർലിയായിട്ട് ഞങ്ങൾ കൊല്ലത്തോട്ട് വരാറുള്ളായിരുന്നു. ഇത് അങ്ങോട്ട് പോകുന്ന റോഡിലുള്ള വേസ്റ്റാണ്. ഇത് പലരായിരിക്കും കൊണ്ടിടുന്നത്, പക്ഷെ പലരും ഓരോ പ്ലാസ്റ്റിക് കുപ്പി ഇങ്ങനെ വലിച്ചെറിഞ്ഞതായി എൻ്റെ അവസ്ഥ. എന്ത് ഭംഗിയുള്ള വരിക, പക്ഷേ ഇത് കിടക്കുന്നുണ്ടല്ലേ എന്തോരം മോശമായിട്ടുള്ള രീതിയിലാണ്. അതോറിറ്റീസ് ആരെങ്കിലും ഇതൊന്ന് ക്ലീൻ ചെയ്യാനുള്ള നടപടി എടുത്താൽ നന്നായിരിക്കും. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇനിയായാലും പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങനെ വലിച്ചെറിയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ 8 പോയിന്റ് ആർട്ട് കഫേയിലെത്തി. ഞങ്ങൾ ഇത് ചൂസ് ചെയ്യാൻ കാരണം തന്നെ ഇവിടുത്തെ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ ഇന്ന് അവിടെ കുറച്ച് പ്രോഗ്രാമുണ്ട്. ഒരു ടീം അവിടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായതുകൊണ്ട്, മീറ്റപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തില്ല. ഞങ്ങൾ പിന്നെ അഡ്വഞ്ചർ പാർക്കിലോട്ട് നടന്നു. ഒരു കുഞ്ഞു പട്ടിക്കുട്ടി ഞങ്ങളുടെ പുറകെ വന്നു കേട്ടോ. അതിന് ബിസ്ക്കറ്റ്സ് വാങ്ങിക്കൊടുക്കാൻ ഈ കടയിലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ അത് തിരിഞ്ഞോടി. അതുകൊണ്ട് അതിന് ബിസ്ക്കറ്റ്സ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളൂടെ വരാനുണ്ട്. ഡേ ടൈമിൽ ഫ്രണ്ട്സ് ഗ്യാതറിങ്സും ചില്ലോട്ടും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അഡ്വഞ്ചർ പാർക്ക്. ഈവനിങ് ടൈമിൽ കൂടുതൽ കുട്ടികളെ കൊണ്ട് പേരൻസ് വരുന്നത്. 24 റുപ്പീസ് എന്തോ അഡൽട്ടിൻ്റെ ടിക്കറ്റ് ചാർജ്. കുട്ടികൾക്ക് അതിലും കുറവാട്ടോ. ഞങ്ങളിവിടെ കീർത്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. കീർത്തി എത്താൻ ഇച്ചിരി സമയം എടുക്കും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ കീർത്തിയുടെ കൊണ്ട് ടിക്കറ്റ് വാങ്ങിച്ച് അകത്തിരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കയറി. കീറി വരുവാണെങ്കിൽ കൊടുക്കാൻ പറയാം. നമ്മുടെ അഷ്ടമുടിക്കാലിൻ്റെ സൈഡിലാട്ടോ അഡ്വഞ്ചർ പാർക്ക്. ഇപ്പോൾ ഒരുപാട് മാറ്റമൊക്കെ വരുത്തി. വീഡിയോസൊക്കെ ഇപ്പോൾ ഭയങ്കര വൈറലായിരുന്നല്ലോ. അഡ്വഞ്ചർ പാർക്കിൽ ഒരുപാട് പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി വന്നിട്ടുണ്ട് ഫിഷ് സ്പാ, ഒരുപാട് പുതിയ റൈഡ്സ്, കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ നേരെ ഊഞ്ഞാലോട്ടും ഓരോ സാധനത്തിലോട്ടും ചാടി കയറുമായിരുന്നു. ഇപ്പോൾ വിചാരിച്ച് എവിടെയെങ്കിലും ഒരു സൈഡ് പറ്റിയിരിക്കാനും കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. അങ്ങനെ ഈ കായലിൻ്റെ തീരത്തുള്ള എല്ലാ സീറ്റും പൊട്ടിക്കിടക്കുക, ഒരിടത്ത് പോലും ഇരിക്കാൻ പറ്റത്തില്ല. പുതിയ ഇത്രയും സാധനങ്ങളും റൈഡ്സും ഫിഷ് സ്പായും അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ ഇവർ സീറ്റ് മാത്രം നന്നാക്കാതെ ഇരുന്നെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പം എന്തെങ്കിലും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് ക്ലോസ് ചെയ്തിട്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. മേഡം പണ്ട് ഇങ്ങനെ 10 മണി പറഞ്ഞ് അവൾ 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന നാടകീയ രംഗങ്ങളാണ് സുഹൃത്തുക്കളെ. ഇത് നമ്മൾ സൗദിയിൽ നിന്ന് വന്നപ്പോൾ നമുക്കായിട്ട് കൊണ്ടുവന്ന ജ്വല്ലറീസ് ആട്ടോ. ജോസി ഒരു നാഗവല്ലിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അവൾ വന്നപ്പോഴേ എനിക്കുള്ള സാധനമെല്ലാം അമ്മ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കീർത്തിക്കും ജോസിക്കായിട്ട് കൊണ്ടുവന്നതാണ്. ഇനി ക്യാമറ വ്ളോഗ് കീർത്തിയിലേക്ക് ഞാൻ കൈമാറുകയാണ്. ഗൈസ്, ഞങ്ങൾ ആഫ്റ്റർ എ ലോങ് ടൈം ആണ് കാണുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. കുറേ നാളിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഈ സ്പോട്ടാണ് തിരഞ്ഞെടുത്തത്. ഹായ് ഗൈസ്, ചേച്ചി എന്താണ് അടിച്ചു കയറ്റുന്നത്? പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ ഇറങ്ങിയത്. ഇവിടെ തന്നെ ഐസ്ക്രീം സ്റ്റോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്താ അത് ശ്രദ്ധിക്കാനെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് കറങ്ങി ആ സ്റ്റെപ്പ് ഫുള്ള് കയറി മുകളിലെത്തി. മുകളിലത്തെ കടയിൽ നിന്നാണ് ഐസ്ക്രീം വാങ്ങിയത്. ഇപ്പം നമ്മൾ കണ്ട ഷോപ്പില്ലേ, ആ ഷോപ്പിലോട്ട് കയറാൻ പാർക്കിൻ്റെ അകത്തു കൂടെ തന്നെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് കയറി നമുക്ക് അവിടെ പോയി ഐസ്ക്രീംസോ വാട്ടറോ എന്ത് വേണമെങ്കിലും വാങ്ങാമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അലിയാൻ തുടങ്ങി കേട്ടോ ഐസ്ക്രീം. അപ്പം പിന്നെ ഓടിപ്പോയി ഐസ്ക്രീമും കൊടുത്ത് അവിടെ ഇരുന്ന് കുറേ നേരം ഐസ്ക്രീമൊക്കെ കഴിച്ച് ചില്ല് ഔട്ട് ചെയ്തു. അഡ്വഞ്ചർ പാർക്കിൽ കുറേ മഞ്ചാടിമരമുണ്ട്. ഇത് ഞങ്ങൾ ഇരുന്നതിൻ്റെ താഴെയുള്ള ഒരു മഞ്ചാടിമരമായിരുന്നു. അങ്ങനെ മഞ്ചാടിയൊക്കെ പറക്കി ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് ആഗ്രഹം മനസ്സിൽ വിചാരിക്കും. ഒരു മഞ്ചാടിയാ കിട്ടുന്നെങ്കിൽ ആഗ്രഹം നടക്കും. 2 ഇരട്ട മഞ്ചാടിയാണെങ്കിൽ
ഇനി ഞങ്ങളുടെ കുറച്ച് ഫോട്ടോ എടുക്കൽ പ്രഹസനങ്ങൾ. ഇനി ഞങ്ങൾ 4 പേരും ഇതുപോലെ ഒരുമിച്ച് മീറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു വർഷം ഉറപ്പായിട്ടും എടുക്കും. പിന്നെ ഇത്രയും നല്ല ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് കീറി റീൽസ് എടുക്കാതിരിക്കുന്നത് തോന്നുന്നുണ്ടോ? നമ്മുടെ കീറിയുടെ വക റീൽസ്. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തേക്കാം കേട്ടോ വീഡിയോ. പണ്ട് കോളേജിൽ നിന്ന് ഇതുപോലെ ഗ്രൂപ്പായിട്ടൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 4 പേരും അല്ലാതെ ഞങ്ങളുടെ ഓൾ ക്ലാസ്സിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് കുറേ പിക്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം. എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണാൻ പറ്റട്ടെ. ഇപ്പോൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യും. അതുപോലെ നല്ലൊരു ദിവസം ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല. അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് നമ്മളിതാ ഇറങ്ങാട്ടെ. അഡ്വഞ്ചറായിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാം. എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതുപോലെ ഒരുപാട് ഡോഗ്സ് ഉണ്ട് അഡ്വഞ്ചർ പാർക്കിൽ. കുറേ നാളായി ഓട്ടോയിൽ എല്ലാവരും. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ബീച്ച് റോഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇത്രയും റെസ്റ്റോറൻറ്റ്സ് ഈ ബീച്ച് റോഡിലുണ്ടായിട്ടും ഇവിടെ തന്നെ വന്ന് ഈ അൽഫാം മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് റിഗ്രറ്റ് അടിച്ച് പോവുക. ഒരു ആവറേജ് മന്തിയായിപ്പോയി. എന്നാലും ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പണി പാളിപ്പോയി. ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും ടച്ചിങ് ആയി പോയത് മെഡിക്കൽ സ്റ്റോർ ചേച്ചിയുടെ വാക്കുകളായിരുന്നു. ഞങ്ങളെ കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നി. ഇതുപോലെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റട്ടെ മക്കളെ. എന്തോ കേട്ടപ്പം വല്ലാതെ മനസ്സറിഞ്ഞു. ആ ചേച്ചി മനസ്സ് തട്ടി പറഞ്ഞതായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഞാൻ ചിന്നക്കട എത്തിയിട്ട് എങ്ങോട്ട് കൊല്ലം ബസ് അങ്ങോട്ട് പൊട്ടി തോന്നുന്നു. ഞാൻ അങ്ങോട്ട് കൊട്ടാരക്കര. ഞാൻ വർഷം പോട്ടെ. അല്ല പോട്ടെ. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ കൊട്ടിയം ബസ് കിടപ്പുണ്ടായിരുന്നു. പിന്നെ യാത്ര പറയുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കൊട്ടിയത്തെത്തി. ആകെ ചൂടും വെയിലും കാരണം ഞാൻ ആകെ ക്ഷീണിച്ചുകൊണ്ട് സ്ഥിരം ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് സോഡ നാരങ്ങ വെള്ളം കുടിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. നമ്മുടെ കൊട്ടിയ സിംലയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു ജ്യൂസ് കടയാണ്. അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ തന്നെ നമ്മൾ ഇച്ചിരി ടെററായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അവളെ സോപ്പിടാനായിട്ടുള്ള ചോക്ലേറ്റ്സും ഐസ്ക്രീംസൊക്കെ വാങ്ങി ഞാൻ വീട്ടിലോട്ട് പോയി. ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങിയപ്പോൾ അവളെ സ്കൂട്ടറിൻ്റെ ശബ്ദം കേട്ട് പുറത്തിറങ്ങി. സാധാരണ ഞാൻ ഒളിച്ചാണ് വരാറ്. അതുകൊണ്ട് ഇപ്പം ചെല്ലുമ്പോൾ ഓടിയൊന്നും കെട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ല പിണക്കമായിരിക്കും. നോക്കാം. അമ്മേടെ നീ കുട്ടാ. നമ്മുടെ സുന്ദരി എന്തിയേ? സുന്ദരി നമ്മുടെ പൊന്നെന്തേ? പൊന്ന്. ആക്ച്വലി മാഡം പിണങ്ങിയിരിക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ പിണങ്ങിയ കാര്യം മറന്നുപോയി. അതാ വീണ്ടും ഇപ്പം പിണങ്ങിയ കാര്യം ഓർത്ത പിണക്കം പിടിച്ചിട്ട് ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ്. അമ്മ വന്നല്ലോ. ഒന്ന് മൈൻഡ് ചെയ്യടേ. ഒന്ന് മൈൻഡ് ചെയ് പ്ലീസ്. ഒന്ന് മൈൻഡ് ചെയ്യാമോ പ്ലീസ്? പ്ലീസ് പ്ലീസ് പ്ലീസ്. ഉമ്മ പറ. ഹായ്. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചൊരു ദിവസമായിരുന്നു. ഇതുപോലെ ഇനി ഒരുപാട് ഗ്യാതറിങ്സ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതുപോലെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി മീറ്റ് ചെയ്യൂ.